മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 1 വരുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആ ഒരു ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കമ്പനീസിന് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ എങ്ങനെയാണ് പുതിയ ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഗിവൺ ഇൻ പാർട്ട് 1 ഓഫ് ദ ഷെഡ്യൂൾ 6 ഓഫ് ദ കമ്പനീസ് ആക്ട് 1956 എന്നുള്ളതാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഈ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 1 ഷെഡ്യൂൾ 6 ഓക്കെ. അപ്പോൾ അത് ആ ഷെഡ്യൂൾ 6 പ്രകാരമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് വെർട്ടിക്കൽ ഫോമിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വെർട്ടിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ലയബിലിറ്റീസ് ഫുള്ളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിന് ശേഷമാണ് നമ്മൾ അസറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അതാണ് വെർട്ടിക്കൽ ഫോം എന്ന് പറയുന്നത്. അതിനുശേഷം പുതിയ കമ്പനീസ് ആക്ട് ബില്ല് വന്നിട്ടുള്ളത് 2012 പക്ഷേ അത് ആക്റ്റായിട്ട് വന്നിട്ടുള്ളത് ന്യൂ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് 2013 സോ ഈ ഒരു പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം ഈ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 3 ഓക്കെ. അപ്പോൾ പുതിയ കമ്പനീസ് ആക്ടിൽ എന്താണ് ഷെഡ്യൂൾ 6 എന്നുള്ള ഷെഡ്യൂള് പുതിയ കമ്പനീസ് ആക്ട് വരുമ്പോൾ അത് ഷെഡ്യൂൾ 3 ആയിട്ട് മാറും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആസ് പെർ ന്യൂ ഫോർമാറ്റ്. ഓക്കെ, അവിടെ നെയിം ഓഫ് ദ കമ്പനി ഉണ്ടാവും, അത് നമ്മൾ കമ്പനി നെയിം കൊടുക്കാം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ഏത് ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ നമുക്ക് കാണാൻ പറ്റും 4 കോളംസ് അവിടെ കാണാൻ പറ്റും. പെർട്ടിക്കുലർ കോളം ഉണ്ടാവും, നോട്ട് നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ കറൻറ്റ് ഇയർ എന്നുള്ള കോളവും അതുപോലെ തന്നെ ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന 2 എമൗണ്ട് കോളംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ വ്യൂവിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ആ ലാസ്റ്റത്തെ കോളം, അതായത് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ എന്നുള്ള കോളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ എക്സാം പർപ്പസിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ലാസ്റ്റത്തെ ഒരു എമൗണ്ട് കോളം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബാക്കി ഈ 3 കോളംസാണ് ഉണ്ടാവുക. പർട്ടിക്കുലർ കോളം, അതുപോലെ തന്നെ നോട്ട് നമ്പർ, ദെൻ കറൻറ്റ് ഇയറിലെ ഓരോ പർട്ടിക്കുലർസിൻ്റെയും ഓരോ ഐറ്റത്തിൻ്റെയും എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് അല്ലേ. നമ്മൾ പഴയ ഫോർമാറ്റിലാണെങ്കിൽ ലയബിലിറ്റീസ് എന്ന് മാത്രമാണ് കാണിക്കുക. പക്ഷേ ഇവിടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള അണ്ടറിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്, കാണാൻ പറ്റും. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ അഗെയിൻ കാറ്റഗറൈസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറൻസ്, ഇത്രയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ ഐറ്റം. അപ്പം അതിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു എമൗണ്ട് കോളത്തിൽ നമ്മൾ കാണിക്കില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം, ഷെയർ ക്യാപിറ്റലിൻ്റെ താഴെയായിട്ട് നമുക്ക് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഓൾഡ് ബാലൻസ് ഷീറ്റിൽ നമ്മളെല്ലാം ആ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കാണിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫുൾ എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു എമൗണ്ട് കോളത്തിൽ, അതായത് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ കറൻറ്റ് ഇയർ എന്നുള്ളതിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ എത്രയാണോ അത് മാത്രം നമ്മൾ അവിടെ കാണിക്കും. ഓക്കെ, ഇനി അതിന് ശേഷം അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ നോട്ട് നമ്പർ, ഇപ്പോൾ ഒന്നാമതായിട്ടാണ് ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ അതിന് നേരെ നോട്ട് നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സെപ്പറേറ്റ് നമ്മൾ ഇതിൻ്റെ താഴെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ നോട്ട് നമ്പർ 1 എന്ന് അവിടെ കൊടുത്തിട്ട് നമ്മളതിൻ്റെ സ്പ്ലിറ്റപ്പ് അവിടെ കാണിക്കും. ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സ്പ്ലിറ്റപ്പ് കാണിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് മാത്രമേ കാണിക്കുള്ളൂ. അതേപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കേസിലാണെങ്കിലും പലതരത്തിലുള്ള റിസർവ്, ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അപ്പോൾ അത് ഇതിൻ്റെ ടോട്ടൽ മാത്രം ഇവിടെ കാണിക്കും. ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2 അല്ലേ, അങ്ങനെ കണ്ടിന്യൂസ് നമ്പറിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഏറ്റവും താഴെ നോട്ട്സ് ടു അക്കൗണ്ട്സ് ആണ് സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്,
അത് നമ്മൾ കാണിക്കണം. അതേപോലെ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെയാണ്. ലോങ് ടേം ബോറോവിങ്സ് ഉണ്ട്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ ലോങ് ടേം ലയബിലിറ്റീസ്, ലോങ് ടേം പ്രൊവിഷൻസ്, ഇതെല്ലാം അതിൽ വരുന്ന ഐറ്റംസ് ആണ്. പിന്നെ വരുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ആണ് വരുന്നത്. സോ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെ വരിക? ഷോർട്ട് ടേം ബോറോയിങ്സ്, ട്രേഡ് പയബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റീസ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കറണ്ട് ലയബിലിറ്റീസ് വരുന്നത് ഈ ഫോർമാറ്റ് പ്രകാരം. ദെൻ ഇത്രയാണ് അസറ്റ്സ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു അണ്ടറിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇത് ടോട്ടൽ ചെയ്യുന്നു, അപ്പോൾ ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന, ലയബിലിറ്റീസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അണ്ടറിൽ വരുന്നത്. പിന്നീട് അതിന് താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പം അസറ്റ്സ്, അപ്പോൾ അസറ്റ്സിന് താഴെ എന്താണ്? ഫസ്റ്റ് നമ്മൾ നോൺ കറണ്ട് അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് പറയുമ്പം അതിന് എഗെയിൻ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് എന്താണ്? ഫിക്സഡ് അസറ്റ്സ് അല്ലേ? ഫിക്സഡ് അസറ്റ്സിന് എഗെയിൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫിക്സഡ് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ. ഇത്രയും എന്താണ്? ഫിക്സഡ് അസറ്റ്സിൽ വരാവുന്ന ഐറ്റംസ് ആണ്. അതേപോലെ അതിൽ ബി എന്ന് പറയുന്നത് നോൺ കറണ്ട് അസറ്റ്സിൽ വരുന്ന അടുത്ത ഐറ്റം നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതേപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റ്, അതുപോലെ തന്നെ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ നോൺ കറണ്ട് അസറ്റ്സ്. ഇത്രയാണ് എന്ത്? മറ്റ് നോൺ കറണ്ട് അസറ്റ്സിൽ വരുന്ന ഐറ്റംസ്. ഓക്കെ, അപ്പോൾ പിന്നെ അത് നോൺ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത ഒരു കാറ്റഗറിയാണ്, അടുത്തൊരു ടൈറ്റിലാണ് എന്ത്? കറണ്ട് അസറ്റ്സ്. രണ്ടാമത്തത് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് വരുന്ന ഐറ്റംസ് ആണ് താഴെ കൊടുത്തുള്ളത്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻവെൻറ്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഇത്രയാണ് എന്ത്? കറണ്ട് അസറ്റ്സിൽ വരാവുന്ന, അല്ലെ മാക്സിമം വരാവുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു അസറ്റിൻ്റെ ടോട്ടൽ നമ്മളിവിടെ കാണിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ എഴുതിയിരുന്ന ലയബിലിറ്റീസിൻ്റെ ടോട്ടലും ഈ അസറ്റ്സിൻ്റെ ടോട്ടലും ഈക്വൽ ആവും. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇത് വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ വരയ്ക്കുക. മറ്റുള്ള ട്രഡീഷണൽ ബാലൻസ് ഷീറ്റിൽ നിന്നും അതിൻ്റെ ഡിഫറൻസ്, ഈ ഫോർമാറ്റിൽ വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഇതിലെല്ലാ ഐറ്റംസും ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമല്ല. പക്ഷേ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ക്വസ്റ്റ്യനിൽ ഉള്ളത്, സോ ആ ക്വസ്റ്റ്യനിലുള്ള ഐറ്റംസ് മാത്രം നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. എല്ലാ ഐറ്റംസും ഇതിൽ കൊടുക്കുന്ന നിർബന്ധമല്ല. എല്ലാ ഐറ്റംസും മാത്രം നമ്മൾ ഈ ഒരു ഫോർമാറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ എഴുതിയിട്ട് അതിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതിയാൽ മതി. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഓരോ ഐറ്റംസും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ എന്താണ് എന്നുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഷെയർ ക്യാപിറ്റൽ എന്താണെന്നുള്ളതും റിസർവ്സ് സർപ്ലസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽഡ് സ്പ്ലിറ്റപ്പാണ് ഇവിടെ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ബാലൻസ് ഷീറ്റ് ന്യൂ ഫോർമാറ്റിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു പുതിയ ഫോർമാറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെ മേലെ നമുക്ക് നെയിം ഓഫ് ദ കമ്പനി നമ്മൾ എഴുതുക. അതേപോലെ തന്നെ അത് ഏത് ഇയറിലുള്ള അതിൻ്റെ ഡേറ്റ് നമ്മളവിടെ കാണിക്കണം. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ പോലെ തന്നെ അത്രയും കോളംസ് ഇവിടെയുണ്ട്. പിന്നെ പറഞ്ഞു ലാസ്റ്റത്തെ എമൗണ്ട് കോളം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലുള്ള എമൗണ്ട് എഴുതാനുള്ളതാണ്. സോ നമ്മളൊരു എക്സാം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അത് ആ ഒരു കോളം നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. സോ 3 കോളംസാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. അപ്പോൾ പർട്ടിക്കുലർ കോളത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ഫസ്റ്റ് ഐറ്റം റവന്യൂ ഫ്രോം ഓപ്പറേഷൻസ് എന്നുള്ളതാണ് അല്ലേ. അതിന് ബ്രാക്കറ്റിൽ ഗ്രോസ് എന്നുണ്ട് അല്ലേ. നമ്മൾ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എന്താണോ സോ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്മൾ കാണിക്കേണ്ടത്. സോ അത് നമ്മൾ നോട്ട് നമ്പർ 1 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? എമൗണ്ട് കോളത്തിൽ എത്രയാണോ നമ്മളെ ഓപ്പറേഷണൽ റവന്യൂ എന്ന് പറയുന്നത് അവിടെ കാണിക്കണം. ദെൻ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് അല്ലേ, നോട്ട്സ് ടു അക്കൗണ്ട്സിൽ 1 കൊടുത്തു. ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സിന് താഴെ 1 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് എവിടെ നിന്നൊക്കെ റവന്യൂ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് തന്നെ വ്യത്യസ്ത രീതിയിൽ നിന്നുള്ള റവന്യൂസ് ഉണ്ടാവാം. സോ ആ റവന്യൂസിന് സ്പ്ലിറ്റപ്പ് നമ്മൾ അതിൻ്റെ താഴെ ഒരു നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂവിൽ നിന്ന് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി നമ്മൾ റിഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കിട്ടുന്നതാണ് റവന്യൂ ഫ്രോം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അത്രയാണ് റവന്യൂ ഫ്രോം ഓപ്പറേഷൻസിൽ വരുന്നത്. പിന്നീട് രണ്ടാമത്തെ ഐറ്റം എന്താണ്? അതർ ഇൻകം എന്നുള്ളതാണ്.
ഓക്കെ, ബിസിനസ്സിൻ്റെ അതർ ഇൻകംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. ദെൻ മൂന്നാമത്തെ ഐറ്റം എന്താണ്, ടോട്ടൽ റവന്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഐറ്റവും രണ്ടാമത്തെ ഐറ്റം. ഒന്നാമത്തെ ഐറ്റം എന്താണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഐറ്റം അതർ ഇൻകം. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുന്നതാണ് ടോട്ടൽ റവന്യൂ എന്ന്, ആ ഒരു കമ്പനീൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോട്ടൽ റവന്യൂ നമ്മുടെ കണ്ടുവച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ലെസ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത വരാൻ പോകുന്നത്. അപ്പോൾ നാലാമത്തെ എന്താണ്, എക്സ്പെൻസസ് ആണ്. നമ്മൾ കമ്പനീൻ്റെ എക്സ്പെൻസസ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നു. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ അല്ലേ, മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഉള്ള എക്സ്പെൻസ്, അതേപോലെ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതുപോലെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, എംപ്ലോയി ബെനഫിറ്റ് എക്സ്പെൻസസ്, ഫൈനാൻസ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസസ്. അപ്പോൾ ഇത്രയും ആണെന്ത് ബിസിനസ്സിൽ വരാവുന്ന പ്രധാനപ്പെട്ട എക്സ്പെൻസസ്. അപ്പോൾ അതെല്ലാം കൂടി എന്ത് ചെയ്യുക, ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ടോട്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് കോളത്തിൽ നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അതിന് ശേഷം എന്ത് ചെയ്യുന്നു, അഞ്ചാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മൂന്നാമത്തെ ഐറ്റവും നാലാമത്തെ ഐറ്റവും മൈനസ് ചെയ്യുമ്പോഴാണ്. എന്താണ് മൂന്നാമത്തെ ഐറ്റം എന്തായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മളെ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആയിരുന്നു അല്ലേ. ടോട്ടൽ റവന്യൂവിൽ നിന്ന് നാലാമത്തെ ഐറ്റം എന്താണ്, എക്സ്പെൻസ് ആണ്. സോ ആ ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സെപ്ഷണൽ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ എടുത്ത് എഴുതുന്നു അല്ലേ, എക്സെപ്ഷണൽ ഐറ്റംസ്. സോ അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. അതായത് അഞ്ചാമത്തെ ഐറ്റത്തോടു കൂടി നമ്മൾ അതായത് അഞ്ചാമത്തെ ഐറ്റം ആറാമത്തെ ഐറ്റം കൂടി നമ്മൾ ആഡ് ചെയ്യാണ്, ലെസ് ചെയ്യല്ല, നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ അഞ്ചാമത്തെ ഐറ്റം എന്താണ്, പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. അതിനോടുകൂടി നമ്മൾ എക്സെപ്ഷണൽ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമെന്നുള്ളതാണ്. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലോട് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫോർമാറ്റ് പ്രകാരം. പിന്നെ അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടാക്സ് എക്സ്പെൻസസ് ആണ് അല്ലേ. അടുത്ത് നമ്മൾ ടാക്സ് എക്സ്പെൻസസ് ആണ് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ടാക്സ് എക്സ്പെൻസസിൽ തന്നെ നമുക്ക് 5 ഐറ്റംസ് ഉണ്ട്. കറണ്ട് ടാക്സ് എക്സ്പെൻസ് അല്ലേ, പലതരത്തിൽ ടാക്സുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്, അതിൽ നിന്ന് നമ്മൾ എന്താ കറണ്ട് ടാക്സ് എക്സ്പെൻസ് കഴിഞ്ഞാൽ പിന്നെ മാറ്റ് ക്രെഡിറ്റ് അല്ലേ, ലെസ് ചെയ്യണം. മാറ്റ് ക്രെഡിറ്റ് അത് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ക്രെഡിറ്റ്. സോ അതുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അവിടെ കാണിക്കണം. പിന്നെന്താണ്, കറണ്ട് ടാക്സ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു പ്രയർ ഇയേഴ്സ്, അതേപോലെ നെറ്റ് കറണ്ട് ടാക്സ് എക്സ്പെൻസ്, ഡിഫേർഡ് ടാക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കമ്പനി ടാക്സ് എക്സ്പെൻസസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ ഉള്ളത്, സോ അത്തരം ടാക്സുകൾ നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ കാണിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 9ാമത്തെ ഐറ്റം പ്ലസ് ഓർ മൈനസ് 10ാമത്തെ ഐറ്റം എന്നുള്ളതാണ്. 9ാമത്തെ ഐറ്റം ചിലപ്പം നമുക്ക് കിട്ടുക പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ലോസ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാം, ചിലപ്പോൾ ലോസ് കിട്ടാം. അപ്പം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ടാക്സ് അല്ലേ, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ടാക്സ് എക്സ്പെൻസ് കുറക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9 - 10 എന്നുള്ളതാണ്. ഇനി പ്രോഫിറ്റ് അല്ല ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് എക്സ്പെൻസ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ 11ാമത്തെ ഐറ്റം പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ബ്രാക്കറ്റിൽ 9 ± 10 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം 9ാമത്തെ ഐറ്റം പ്രോഫിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുന്നു. 9ാമത്തെ ഐറ്റം നെഗറ്റീവാണ് അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിലുള്ളത്. പിന്നെ അതിന് ശേഷം ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് നമ്മൾ അതേപോലെ വെക്കുന്നു. പിന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ 12ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ആണ് പിന്നീട് നമുക്ക് കാണേണ്ടത്. പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് അത് എത്രയാണെന്നുള്ളത് നമ്മൾ കിട്ടും, കിട്ടിയ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടും. ദെൻ 13ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, സോ ആ ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻസ് എന്താണ്, നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻസ് നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, അത് 12ാമത്തെ ഐറ്റത്തിൽ നിന്ന് 13ാമത്തെ ഐറ്റം ആയിട്ടുള്ള ടാക്സ് കുറച്ചാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ അതും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കിട്ടി? കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടിയില്ലേ? 11ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രോം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ 11ാമത്തെ ഐറ്റമായിട്ട് അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് 14ാമത്തെ ഐറ്റമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രോം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ആണ്. സോ അതും നമുക്ക് കിട്ടി. അപ്പം ഈ 11ാമത്തെ ഐറ്റവും 14ാമത്തെ ഐറ്റവും, അതായത് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള പ്രോഫിറ്റും നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ. അല്ലേ, ആ കമ്പനീൻ്റെ ഒരു വർഷത്തെ ആ വർഷത്തെ പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫോർമാറ്റിൽ, പുതിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, ന്യൂ ഫോർമാറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ന്യൂ ഫോർമാറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ 6 ആണ്. ഷെഡ്യൂൾ 6ൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഫീച്ചറായിട്ട് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ടു ബി പ്രിപ്പയർഡ് ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ കമൻസിങ് ഓൺ ഓർ ആഫ്റ്റർ 1st April 2011 ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോം. അതായത് 2011 ഏപ്രിൽ 1 അല്ലെങ്കിൽ അതിന് ശേഷമോ കമൻസ് ചെയ്തിട്ടുള്ള കമ്പനീസ്, സോ ആ കമ്പനീസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഷെഡ്യൂൾ 6 പ്രകാരമായിരിക്കണം അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ് ഓർമ്മിക്കുക, April 1, 2011 അല്ലെങ്കിൽ അതിന് ശേഷം കമൻസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനീസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 6 പ്രകാരം ആയിരിക്കണം അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതോട് രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലി ബ്രോഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ആർ ടു ബി ഗിവൺ ഓൺ ദി ഫേസ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ ആ ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ആ ഫോർമാറ്റിൽ നമ്മൾ കണ്ടതാണ്. എല്ലാ ഐറ്റംസും നമ്മൾ ആ എമൗണ്ട് കോളത്തിൽ നമ്മൾ കാണിക്കാറില്ല, അല്ലേ? അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിൻ്റെ സ്പ്ലിറ്റപ്പ് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പം ആ ബാലൻസ് ഷീറ്റിൻ്റെ ഫേസിൽ നമ്മൾ എന്ത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തെ ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൺലി എ വെർട്ടിക്കൽ ആൻഡ് സ്പെസിഫിക് ഫോർമാറ്റ് ഷുഡ് ബി ഫോളോഡ്. അല്ലേ, നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ ന്യൂ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലേ, നമ്മൾ കണ്ടു ബാലൻസ് ഷീറ്റും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തത്. അല്ലേ, ആദ്യം ബാലൻസ് ഷീറ്റിൻ്റെ കേസ് അസറ്റ്സ്, ആദ്യം ലയബിലിറ്റീസ് ചെയ്തു, പിന്നെ അസറ്റ് ചെയ്തു. അല്ലേ, ആ രൂപത്തിൽ വെർട്ടിക്കൽ ഫോമിലാണ് നമ്മൾ ഷെഡ്യൂൾ 6 പ്രകാരം നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത്, നോ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് all are to be shown under one head, that is reserves and surplus. അപ്പം ഈ പുതിയ ഫോർമാറ്റിൽ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. നമ്മൾ പഴയ ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസർവ്സിന് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമ്മൾ എഴുതും, ദെൻ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് കാണിക്കും ബാലൻസ് ഷീറ്റിൽ തന്നെ. പക്ഷേ ഇവിടെ ഈ ഫോർമാറ്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരൊറ്റ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഒരൊറ്റ അതിൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള അണ്ടറിലാണ് റിസർവ്സും അതേപോലെ പ്രൊവിഷൻസ് നമ്മൾ കാണിക്കുക. അവിടെ ഒരു സ്പ്ലിറ്റപ്പ് ഇല്ല എന്നുള്ളതാണ്. അവിടെ റിസർവും പ്രൊവിഷനും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ ഇല്ല, രണ്ടും ഒരേ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള അണ്ടറിൽ കാണിക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ എന്താണ് പറഞ്ഞത് വെച്ചാൽ, അഞ്ചാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ, നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ടു ബി പ്രിപ്പയർഡ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല പുതിയ ഫോർമാറ്റിൽ. പഴയ ഫോർമാറ്റിൽ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ന്യൂ ഫോർമാറ്റ് പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത്, ഓൾ ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് നോൺ കറൻറ്റ് ആൻഡ് കറൻറ്റ് എക്സെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് എല്ലാ അസറ്റ്സും നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. എന്ത്? ഒന്ന് നോൺ കറൻറ്റ് എന്നും കറൻറ്റ് എന്നും.
ഓക്കെ, എല്ലാ അസറ്റ്സും നമ്മൾ കറണ്ട് എന്നും നോൺ കറണ്ട് എന്നും ഡിവൈഡ് ചെയ്യും. പക്ഷേ ഒരു അസറ്റ് മാത്രം നമ്മൾ അതിന് എക്സംപ്റ്റഡ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിച്ചിട്ടുള്ള എല്ലാ അസറ്റ്സും നമ്മൾ കറണ്ട് ആൻഡ് നോൺ കറണ്ട് എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത പോയിന്റിൽ പറയുന്നത്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ ദാൻ 1 ഇയർ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്നും ലെസ് ദാൻ 1 ഇയർ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചോദിച്ചാൽ അപ് ടു 1 ഇയർ അല്ലേ, 1 ഇയർ ഡ്യൂറേഷനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്നും അതുപോലെ തന്നെ 1 ഇയറിൽ കൂടുതൽ ഡ്യൂറേഷനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ 2 കാറ്റഗറിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ട്രേഡ് പേയബിൾസ് ആൻഡ് ട്രേഡ് റിസീവബിൾസ് ആണ്. നമുക്കറിയാം ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടാണ്. അതായത് നമ്മൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കടത്തിനാണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാഷ് കൊടുക്കാനുണ്ടാവും. അപ്പം സപ്ലയർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറയാം. അതേപോലെ നമ്മൾ ഗുഡ്സ് കസ്റ്റമേഴ്സിന് നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, കസ്റ്റമേഴ്സ് നമുക്ക് ക്യാഷ് തരേണ്ടി വരും അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ടാണ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിനെ നമ്മൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാം. അപ്പോൾ അത് ഇത്രയാണ് നമ്മളെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് എങ്ങനെ ന്യൂ ഫോർമാറ്റിൽ ഡ്രോ ചെയ്യുക എന്നുള്ളതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ ന്യൂ ഫോർമാറ്റിൽ ഡ്രോ ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഷെഡ്യൂൾ 6ൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളതും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾറെഡി ഈ വീഡിയോ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും